കർണാടക സംഗീതത്തിന്റെ തനത് ശൈലി കാത്തുസൂക്ഷിച്ചാണ് ബെന്നി സാർ ശിഷ്യഗണങ്ങൾക്ക് പാഠഭാഗങ്ങൾ പകർന്നു നൽകുന്നത്. വൈക്കം ഗോപാലകൃഷ്ണന്റെ കീഴിൽ നിരവധി വർഷക്കാലം പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് ഈ അനുഗ്രഹീത കലാകാരൻ ശിഷ്യസമ്പത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മാഞ്ഞൂർ സ്വദേശി വള്ളിപ്പറമ്പിൽ ബെന്നി ജോസഫ് 4-ാം വയസ്സിലാണ് പോളിയോ ബാധിതനായി കാലുകൾ തളർന്ന് ഇരിപ്പിലായത്. പിന്നീട് കഠിന ശ്രമങ്ങളിലൂടെ പ്രീ ഡിഗ്രി വരെ പഠിക്കുകയും സംഗീതം ഉപാസനയായി സ്വീകരിക്കുകയുമായിരുന്നു. പലരും ക്യാപ്സൂൾ തരത്തിലും വാണിജ്യ തരത്തിലും സംഗീതത്തെ വാണിജ്യവൽക്കരിക്കുമ്പോൾ സമ്മാനവും ഫ്ലാറ്റും നേടുവാൻ ശിഷ്യരെ പ്രാപ്തരാക്കാതെ സംഗീതത്തിന്റെ അഗാധ തലങ്ങളിൽ പഠിക്കുവാൻ അവസരമൊരുക്കി കൊടുക്കുകയാണ് ഈ വ്യത്യസ്തനായ സംഗീതാധ്യാപകൻ. വിജയദശമി ദിനത്തിൽ സ്വന്തം ഭവനത്തിൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ നിരവധിയായ ശിഷ്യഗണങ്ങളാണ് ഗുരുവിനെ സന്ദർശിക്കുവാനെത്തിയത്. പഠിക്കുവാനും ശിഷ്യഗണങ്ങൾ പ്രായഭേദം കാണുവാറില്ല. നേരവും കാലവും നോക്കാതെ ശിഷ്യഗണങ്ങൾക്ക് അവരുടെ അറിവ് വർദ്ധിപ്പിക്കുവാൻ എത്രത്തോളം ശ്രമങ്ങൾ നടത്തുവാനും ഈ കലാകാരൻ ഒരുക്കമാണ്. ത്യാഗരാജ ദീക്ഷിതരുടെ നിരവധിയായ ഗ്രന്ഥങ്ങളും മറ്റ് വ്യത്യസ്തരായ സംഗീതജ്ഞന്മാരുടേതായ ഗ്രന്ഥങ്ങളും കൂടുതൽ കൂടുതൽ പഠനത്തിന് ശിഷ്യഗണങ്ങൾക്ക് ഈ കേന്ദ്രത്തിൽ അദ്ദേഹം ഒരുക്കി വച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ RLV സംഗീത വിദ്യാലയത്തിൽ പഠനം നടത്തിയെങ്കിലും അദ്ദേഹം ആ പഠനം ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് ഗുരുവായ വൈക്കം ഗോപാലകൃഷ്ണനെ ഗുരുവായി സങ്കല്പിച്ചും അദ്ദേഹത്തിന് കീഴ്പ്പെട്ടും വർഷങ്ങളോളം പഠനം പൂർത്തിയാക്കിയ ബെന്നി ജോസഫ് സംഗീതകലയെ എത്രമാത്രം ആരാധിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ 4 ചുവരുകൾക്കിടയിൽ ഒതുങ്ങിയ പഠനമുറിയിൽ ഒരിക്കലെങ്കിലും എത്തുന്നവർക്ക് ബോധ്യപ്പെടും. അതുതന്നെയാണ് ആ അനുഗ്രഹീത കലാകാരനെ വ്യത്യസ്തനാക്കുന്നത്.
മുമ്പിൽ പറഞ്ഞല്ലോ, ഒരു വ്യക്തിക്ക് പല പല സ്വഭാവം എന്ന് പറഞ്ഞാല് ഒരാദ്യ സ്വഭാവം. നമ്മളിപ്പോ മുമ്പിൽ ഒരു ഹാപ്പി ആയിട്ടിരിക്കുക, ഈ രാമോനെ ആക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സ്വഭാവം മാറ്റാം. അപ്പൊ നമ്മൾ പാടുന്ന ഒരു പ്രീഡേ അല്ലെങ്കിൽ ആ പാടുന്ന സിറ്റുവേഷൻ ഇതിനനുസരിച്ച് നമുക്ക് ഈ രാഗത്തിന്റെ സ്വഭാവത്തിനും നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. നമുക്ക് ഞാൻ മുമ്പിൽ പാടി, നമ്മൾ മുമ്പിൽ പാടില്ലേ, ഇനി നമുക്ക് ഇതിന്റെ സ്വഭാവം നമ്മൾ വേറൊരു മോഡല്. അപ്പം മുമ്പ് പറഞ്ഞാല് ഒരു രാഗിന് അതിന് ഇന്ത്യയുടെ സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതിന് ഇന്ത്യയുടെ സ്വഭാവം അതിപ്പം ഓരോ പഠിക്കുന്ന ആൾ. പിന്നെ എന്റെ കടമ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരെ ഒരു ഗുരുക്കന്മാരുടെ കടമ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിലുള്ള പോരായ്മകൾ മാറ്റുക, അതിനെ നല്ല രീതിയിൽ ആക്കി എന്ന് പറഞ്ഞാൽ പൊടിയൊക്കെ തട്ടി മെനക്കാക്കി നിങ്ങൾ ഈ രീതിയിൽ പോവും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാൻ മാത്രമേ ഒരു ഗുരുക്കന്മാരെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിന് മുഖ്യമായ ആവശ്യം പഠിക്കുക എന്നുള്ളൊരു ചിന്താഗതി, ആ ഒരു അർപ്പണ മനോഭാവം. പിന്നെ ഈ പഠിക്കാനെത്തുന്ന ഓരോ കുട്ടികളും കലാവാസന ഉണ്ടെന്നുള്ള സാർ തിരിച്ചറിയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് അവരിലെ വാസനയെ ഒരു ഇതിലേക്കായിട്ട് സംരക്ഷിക്കാൻ കഴിയുന്നത്? അതിപ്പം എനിക്ക് ഒരു കുട്ടിയിൽ കഴിവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ആ കഴിവ് ആക്കിയെടുക്കണമെങ്കിൽ അതിന് താമസമുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്പീഡാണ്. ആ സ്പീഡ് സംഗീതത്തിന് വരാൻ പറ്റിയില്ല, പെട്ടെന്ന് വരാൻ നടക്കില്ല. ചിലവർക്ക് പെട്ടെന്ന് ക്ലിക്കാവും, ചിലവർക്ക് പെട്ടെന്ന് ക്ലിക്കായില്ല. രണ്ടാമത് കഴിഞ്ഞാൽ അവരുടെ പേരൻസ്, അച്ഛനും അമ്മയും അതിന് തയ്യാറായി മാത്രമേ ആ ഒരു കുട്ടിയിലെ ശരിയായ കഴിവ് നമുക്ക് വെളിയിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മളെ കൊണ്ട് ഒരു കൊച്ചിനെ കൊണ്ട് എഴുതിയിട്ട് നാളെ സാറേ നമുക്കൊരു മത്സരത്തിന് ചേർന്നാണ് ഒരു ഗീതം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഫാസ്റ്റായ ഒരു അന്തരീക്ഷമാണ് ഇപ്പം നമുക്കുള്ളത്. പിന്നെ നമ്മൾ കഴിഞ്ഞാൽ എന്നെ കഴിയാവുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കും, ഞാൻ പറഞ്ഞു കൊടുക്കും, കുട്ടിക്ക് കഴിവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നന്നായിട്ട് പഠിപ്പിക്കണം. ഇപ്പം എൻ്റെ ഏരിയ വരണമെന്നില്ല, നിങ്ങൾ എവിടെയാണെങ്കിലും പോയി പഠിപ്പിക്കണം എന്ന് ഞാൻ പറയും. പിന്നെ 1000 എണ്ണം വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം അങ്ങനെ ഉന്നതിയിലെത്തും. ചിലപ്പോൾ 1 ലക്ഷം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരെണ്ണം ഉന്നതിയിലെത്തുന്നത്. ശിക്ഷണങ്ങൾ കലാമത്സരങ്ങളിലൊക്കെ വിജയികളായവരൊക്കെ ഉണ്ട്. പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരുണ്ട്, അവതരിപ്പിക്കാൻ തുടങ്ങുന്നവരുണ്ട്.